സർ, കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി രാഹുൽ ഗാന്ധി ആരോപിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപ് പറയുന്ന കാര്യങ്ങളാണ് ഇന്ത്യയിൽ പ്രാവർത്തികമാക്കുന്നത്. അദ്ദേഹം ട്രംപിനെയാണ് അനുസരിക്കുന്നത് എന്ന്. പല കാര്യങ്ങളിലും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയതിലുൾപ്പെടെ ട്രംപ് അനുമതി കൊടുത്തതുകൊണ്ട് മാത്രമാണ് നൽകിയത് എന്ന ഉദ്ദേശത്തിലാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഈ അടുത്തായി നമുക്കറിയാം ഏത് രീതിയിലാണ് അമേരിക്കയെ ഇന്ത്യ വിമർശിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അമേരിക്കൻ തീരുമാനങ്ങളോട് ഇന്ത്യ മുഖം തിരിച്ചിട്ടുള്ളത് എന്ന്. പക്ഷേ 2013 നടന്ന ഒരു ആഗോള വ്യാപാര കരാർ ഉണ്ടായിരുന്നു. ആ കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയല്ല, അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ്. എന്തുകൊണ്ട് ആ കരാറിൽ ഒപ്പുവച്ചു, അല്ലെങ്കിൽ ആ കരാറിന്മേൽ ഇന്ത്യ ഇന്നും ഏതൊക്കെ രീതിയിൽ വ്യാപാര ബന്ധങ്ങളിൽ, നയങ്ങളിലൊക്കെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കേണ്ടത് കോൺഗ്രസ് തന്നെയല്ലേ? ഈ രാഹുൽ ഗാന്ധി പറയുന്ന വിഡ്ഢിത്തരങ്ങൾക്ക് സത്യത്തിൽ ചർച്ച ചെയ്യുന്നത് തന്നെ തെറ്റാണ്. കാരണം ഇന്ത്യക്ക് പുറത്തുപോയി ഇന്ത്യയുടെ കുറ്റം പറയുന്ന, ഇന്ത്യ കണ്ട ആകെയുള്ള ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി. കാരണം ഇതിനു മുന്നേ ഉണ്ടായ ഇന്ദിരാഗാന്ധി പോലും ചെയ്തിട്ടില്ല, രാജീവ് ഗാന്ധി ചെയ്തിട്ടില്ല. അതായത് ഇന്ത്യയുടെ കുറ്റം അന്യ രാജ്യത്ത്, ബ്രിട്ടനിലൊക്കെ പോയിട്ട് അത് വലിയ സംഭവമായിട്ടുണ്ട്. അമേരിക്കയിലും പോയിട്ട് ഒരു പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. അപ്പോ ഇത്രയും വിവരമില്ലാത്ത ഒരു ചെക്കൻ എന്നൊക്കെ പറയാം നമുക്ക്, വിവരമില്ലാത്ത ഒരു പയ്യൻ വേറെ ഒരു നമ്മുടെ പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്നു പറഞ്ഞാൽ അത് നമുക്ക് തന്നെ ലജ്ജയാണ്, നാണക്കേടാണ്. കാരണം ഒരു പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്നവൻ ഭരിക്കുന്നവരുമായിട്ട് വാദിക്കാനും പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും അതിന്റെ അതേ ഉയരത്തിൽ നിന്ന് അതിനെ ബാലൻസ് ചെയ്ത് കാര്യങ്ങൾ പറയാനുള്ള കെൽപ്പുള്ള, കഴിവുള്ള, തൻ്റെ ഇടമുള്ള ഒരു വ്യക്തി തന്നെയായിരിക്കും പ്രതിപക്ഷ നേതാവ്. ഇത് അതിനൊന്നും കഴിവില്ലാതെ രാജ്യം വിറ്റുതൊലച്ചു. ട്രംപ് എന്ത് മനസ്സിലാക്കിയിട്ടാണ് ട്രംപ്? നമ്മൾ എന്തെങ്കിലും തരത്തിൽ ട്രംപിന്റെ എന്തെങ്കിലും കാല് പിടിക്കാനോ ട്രംപ് പറയുന്നത് കേൾക്കാനോ ഒന്നിനും നമ്മൾ പോയിട്ടില്ല. ട്രംപ് പല തരത്തിലും ട്രൈ ചെയ്തിട്ടുണ്ട്, പച്ച നുണകൾ പറഞ്ഞിട്ട്. നമ്മൾ നമ്മുടെ കാര്യം നോക്കുന്നു. ഇന്ന് ഒരു കാര്യം ഈ രാഹുൽ ഗാന്ധി മനസ്സിലാക്കിയാൽ മതി. അദ്ദേഹത്തിന്റെ അപ്പൂപ്പനായാലും അച്ചമ്മയായാലും അച്ഛനായാലും സ്വന്തം ഒരു ബഫൂണിനെ വെച്ച് ഭരിച്ച അമ്മയായാലും ഇവരൊന്നും ചെയ്ത മാതിരിയുള്ള ഭരണമല്ല ഇന്ന് 10 കൊല്ലമായിട്ട് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രം ഓർത്താൽ മതി. എന്താണ് നെഹ്റു ചെയ്തത്? നെഹ്റു ഈ രാജ്യത്തെ മുറിച്ചു കൊടുത്തു. എന്ത് കാര്യത്തിന് വേണ്ടി? നമ്മുടെ രാജ്യം മുറിച്ച് കഷ്ണങ്ങളാക്കി കൊടുത്തു. ഉത്തരം പറയണം രാഹുൽ ഗാന്ധി. അത് കഴിഞ്ഞ് ഇന്ദിരാ മകൾ വന്നു, ഇന്ദിരാഗാന്ധി. എന്താ ചെയ്തത്? ഈ സമയങ്ങളിലല്ലേ ചൈനയുടെ ബോർഡറിൽ കിലോമീറ്ററുകളോളം മുറിച്ചു പോയി, അറിയാതെ പോയി. അതിനുശേഷം രാജീവ് ഗാന്ധി ഈ സമയത്ത് നമ്മുടെ മലയാളിയായ AK ആന്റണി രാജ്യരക്ഷാ മന്ത്രി ആയിരിക്കുമ്പോൾ പാർലമെന്റിൽ പ്രസംഗിച്ച പ്രസംഗം ഇന്നും യൂട്യൂബിൽ കിട്ടും. എന്താ അദ്ദേഹം പ്രസംഗിച്ചത്? ചൈന ബോർഡറിലേക്ക് പോയി നോക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല ഒരു സേഫ്റ്റിന്ന്. അവിടെ പോയി നോക്കാണ്ടിരിക്കുകയാണ്. അപ്പൊ ആലോചിച്ച് നോക്കിയേ, എത്ര കാലം ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല. ചൈന അങ്ങനെ വെട്ടിപ്പിടിച്ച് സിക്കിമിന്റെ പകുതി വരെ വെട്ടിപ്പിടിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് ഇപ്പോ നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് ആ സിക്കിമിന്റെ ഭാഗത്ത് കൂടെ ചൈനയുടെ ബോർഡർ കൂടി അവിടെ വലിയ സംഭവങ്ങളുണ്ടായി. ഇതൊക്കെ ക്ലിയർ ചെയ്യുന്ന സമയത്ത് ചൈനീസ് പട്ടാളവും ഇന്ത്യൻ പട്ടാളവും തമ്മിൽ അവിടെ ഉന്തും തള്ളും കുറെ നമ്മുടെ ജവാന്മാര് മരിച്ചു പോയിട്ടുണ്ട്. ഇതൊക്കെ അതിനുശേഷം അവിടെ ചൈനയുടെ ബോർഡറിൽ കൂടെ ഇപ്പോ വലിയൊരു ഹൈവേ പണിതു. അത് ആദ്യമായിട്ട് ചെയ്തത് നരേന്ദ്രമോദിയാണ്. അപ്പൊ രാജ്യം ആരാണ് വിറ്റത്, എന്തൊക്കെ ഇവിടെ ചെയ്തു എന്നുള്ളത്. കാശ്മീര് സത്യത്തിൽ ഈ പാകിസ്ഥാൻ എന്തിനാ ഉണ്ടാക്കിയത്? ആരായി മുഹമ്മദ് അലി ജിന്ന? ആ പാഴ്സി കുടുംബത്തിലെ ആരാണ് മുഹമ്മദ് അലി ജിന്ന? ആരാണ് ഫാറൂഖ് അബ്ദുള്ള? ആ ചരിത്രങ്ങൾ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഇവിടെ കുറെ പുസ്തകങ്ങളുണ്ട്. അതൊക്കെ ഇവര് നിരോധിച്ചു വെച്ചിരിക്കുക കോൺഗ്രസ്. കുറെ പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങൾ എടുത്തിട്ട് നാട്ടുകാർ വായിക്കട്ടെ. ഈ മുഹമ്മദ് അലി ജിന്നയും ഈ നെഹ്റു ഫാമിലിയും ഈ ഫാറൂഖ് അബ്ദുള്ളയും തമ്മിൽ ഒക്കെ റിലേറ്റീവ്സ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ഇവര് അധികാരത്തിൽ കയറുമ്പോ ഒരാൾ ഇവിടെ പ്രധാനമന്ത്രി ആവുമ്പോ ഒരാൾക്ക് വേറെ പ്രധാനമന്ത്രി ആവണം. അതിനാണ് മുറിച്ച് ഒരു കഷ്ണമാക്കിയിട്ട് അവിടെ പ്രധാനമന്ത്രിയാക്കി. കാശ്മീരും ആ സമയത്ത് മുറിക്കാൻ ശ്രമിച്ചതാണ്. പട്ടേലിന്റെ ശക്തമായ ഇടപെടലുകൾ കാരണം അത് വേറെ തരത്തില് ഒരു പ്രത്യേക പദവി കൊടുത്തു നിർത്തി. എന്നാലും ഈ 3 അർദ്ധ സഹോദരന്മാരായ ഇവർ ഈ രാജ്യം മുറിച്ചു പിടിച്ചു.
അവരുടെ പാരമ്പര്യമാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയുടെ DNA ആരാ? രാഹുൽ ഗാന്ധിയുടെ അച്ഛനും അമ്മയും ശരീരത്തിൽ ഓടുന്ന DNA ഒരു ഇന്ത്യൻ DNA ആണോ? അല്ല. അപ്പൊ അയാളെ എന്ത് വൃത്തികേടും പറയും. അയാള് മുങ്ങും. അയാളുടെ പാസ്പോർട്ട് തന്നെ വേറെയാണ്. അപ്പൊ ഇന്ത്യയെ പൂർണ്ണമായിട്ട് കച്ചവടം ചെയ്തത് ആരാണ്? ഇന്ത്യ നശിപ്പിക്കാനുള്ള സകല പണിയും ചെയ്തത് ആരാണ്? ഒരു ഉത്തരവാദപ്പെട്ട ഒരു ഭരണാധികാരി ആദ്യം മുതലേ ഇന്ത്യക്ക് ഉണ്ടായിരുന്നു എങ്കിൽ ഇന്ത്യ മുറിക്കില്ല. ഇവിടെ ആര് ലഹള ഉണ്ടായാലും ഇന്ത്യ എന്ന രാജ്യം മുറിക്കില്ല. ലഹള ഉണ്ടാക്കുന്നവനെ മുറിച്ച് തള്ളും, അല്ലാതെ രാജ്യം മുറിക്കില്ല. പക്ഷെ അതിന് നിൽക്കാതെ രാജ്യത്തെ മുറിച്ചുകൊണ്ടേയിരുന്നു, വിഭജിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോഴും മുറിക്കണം, വിഭജിക്കണം എന്ന ചിന്താഗതിയിലാണ് ഇവന്മാരൊക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്ന് ഓർത്തു നോക്കിക്കോളൂ. 2013 സോണിയാഗാന്ധിയുടെ നിർബന്ധപ്രകാരം മൻമോഹൻ സിംഗിന് പൂർണ്ണ സമ്മതമൊന്നും ഉണ്ടാവില്ല. ആ ട്രേഡ് ഇതിൽ പോയിട്ട് സൈൻ ചെയ്തു. എന്തായിരുന്നു ആ കരാറിന്റെ അടിസ്ഥാനപരമായ ആശയം? ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു ട്രേഡിങ്ങും ചെയ്യാൻ പറ്റാത്ത, ഏറ്റവും കൂടുതൽ നമ്മുടെ കർഷകരെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അതിൽ നിലനിൽക്കുന്നു. നമ്മുടെ റേഷൻ സംവിധാനം തന്നെ ഇവിടെ ഇല്ലാതെ പോകും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സബ്സിഡി പോലും 2014 അവസാനിക്കേണ്ടതായിരുന്നു. ഭാഗ്യവശാൽ നരേന്ദ്രമോദി വന്നു, അതിൽ ശക്തമായി ഇടപെട്ടു. അതിൽ വീണ്ടും ഒരു അമെൻമെന്റ് വരുത്തിക്കൊണ്ടാണ് ഈ റേഷൻ സംവിധാനം ഇവിടെ നിലനിർത്തിയത്. അപ്പോ എന്നിട്ട് ഇവര് പറയുകയാണ് രാജ്യം തീരെഴുതി കൊടുത്തു. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ലോകത്തിന്റെ മുന്നില് ഇന്ത്യ അറിയപ്പെടുന്നു. ഇന്ന് നമ്പർ 4ായി, നമ്പർ 3ലേക്ക് എത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ലെവലിലേക്ക് ഇന്ത്യ എത്തിക്കഴിഞ്ഞു. ലോക രാജ്യങ്ങളെല്ലാം റെസ്പെക്റ്റോടെ ഇന്ത്യയെ ബഹുമാനിക്കുന്നു. ഇന്ന് 50 ട്രില്യൺ കടമുള്ള ട്രംപ് പറയുന്നു ഇന്ത്യക്ക് കേൾക്കേണ്ട ആവശ്യമില്ല രാഹുൽ ഗാന്ധി. അത് ഓർത്താൽ മതി. ഇന്ത്യക്ക് ഒരു പൈസ ആർക്കും കൊടുക്കാനില്ല. ഇന്ത്യ എവിടുന്നെങ്കിലും എന്തെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ അത് ക്യാഷ് കൊടുത്തിട്ടാണ് വാങ്ങുന്നത്, കടമല്ല. നിങ്ങൾ ഭരിക്കുമ്പോഴാണ് ഇവിടെ ക്രൂഡ് ഓയിൽ ആയാലും ടെക്നോളജി ആയാലും എന്തു തന്നെയായാലും ക്രെഡിറ്റ് ബേസിൽ വാങ്ങി കടം ഇങ്ങനെ കൂടിക്കൂടി വന്നു. ഭരണം നരേന്ദ്രമോദിയെ ഏൽപ്പിക്കുമ്പോ എത്രയോ കോടികൾ, 22,000 കോടിയിലപ്പുറം കടം ക്രൂഡ് ഓയിലിന്റെ മാത്രം സൗദി അറേബ്യ, ഇറാൻ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങൾക്ക് കൊടുക്കാറുണ്ടായിരുന്നു. കടം വാങ്ങുമ്പോൾ നമുക്ക് വില കുറച്ച് വാങ്ങാൻ പറ്റില്ല. ആ കടം മുഴുവൻ ഇന്ന് അടച്ചു തീർത്തു നരേന്ദ്രമോദി. ഇന്ന് ക്രൂഡ് ഓയിൽ ആയാലും എന്തു തന്നെയായാലും ക്യാഷ് കൊടുത്തിട്ടാണ് നമ്മൾ ട്രേഡിംഗ് നടത്തുന്നതെന്ന് ഓർത്തോളൂ. നിങ്ങൾ നുണ പറഞ്ഞ് ഇനിയും ജനങ്ങളെ പറ്റിക്കാം. കേരളത്തിൽ വന്ന് ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറഞ്ഞ് കസേര പിടിക്കാം എന്നുള്ള വ്യാമോഹം നിർത്തിക്കളഞ്ഞോളൂ. നിങ്ങൾ ഇവിടെ വന്നിട്ട് കമ്മ്യൂണിസ്റ്റും BJPയും ഒന്നാണെന്ന് പറഞ്ഞാലും വിവരമുള്ളവർക്കറിയാം നിങ്ങളും കമ്മ്യൂണിസ്റ്റുമാണ് എല്ലായിടത്തും ഒന്ന്. ഇവിടെയും വരും ദിനങ്ങളിൽ ഇപ്രാവശ്യം നിങ്ങൾക്ക് കസേര കിട്ടിയില്ലെങ്കിൽ, കമ്മ്യൂണിസ്റ്റിന് കസേര കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഒന്നാണെന്ന് ഇവിടെ പച്ചയായ സത്യമാണ്. അത് എല്ലാവർക്കും അറിയാം. യെസ്, എന്തായാലും സാർ സൂചിപ്പിച്ചതുപോലെ ഏത് രീതിയിലാണ് ഈ ട്രംപിനെ അല്ലെങ്കിൽ ട്രംപ് മോദിയെ അനുസരിക്കുന്നു എന്നൊക്കെ പറയുന്നത് എന്നറിയില്ല. എന്തായാലും രാഹുൽ ഗാന്ധി പറയുന്ന ഇത്തരം വില കുറഞ്ഞ പ്രസ്താവനകൾ ഇന്ത്യക്ക് വലിയ നാണക്കേടാണ് ലോകത്തിന് മുന്നിൽ ഒട്ടാകെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഏത് രീതിയിൽ കേന്ദ്രം ഇത് കൈകാര്യം ചെയ്യുമെന്നും കണ്ടറിയേണ്ടതാണ്. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.